നമസ്കാരം. ജമ്മു കാശ്മീരിൽ നിന്ന് അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദോഡ ജില്ലയിലെ ഭദർവ ചമ്പ അന്തർ സംസ്ഥാന പാതയിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 4 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു. ഇന്ന് ഉച്ചയോടെയായിരുന്നു രാജ്യം നടുങ്ങിയ ഈ അപകടം നടന്നത്. ഭദർവയിൽ നിന്ന് ചമ്പയിലേക്ക് പോവുകയായിരുന്ന ബുള്ളറ്റ് പ്രൂഫ് സൈനിക വാഹനമാണ് ഖാനി ടോപ്പ് എന്ന സ്ഥലത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. കൊടും വളവുകൾ നിറഞ്ഞ ഈ മലയോര പാതയിൽ വെച്ച് വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും 200 അടിയോളം താഴ്ചയുള്ള ആഴമേറിയ കൊക്കയിലേക്ക് മറിഞ്ഞു വീഴുകയുമായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. അപകട സമയത്ത് വാഹനത്തിൽ 17 സൈനികരാണ് ഉണ്ടായിരുന്നത്. അപകടം നടന്ന ഉടൻ തന്നെ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും പ്രദേശവാസികളും ചേർന്ന് അതിവേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. തകർന്ന വാഹനത്തിനുള്ളിൽ നിന്നും 4 സൈനികരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ 9 സൈനികരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചു. ഇതിൽ നില അതീവ ഗുരുതരമായ 3 പേരെ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ മാർഗം ഉദ്ധംപൂരിലെ ആർമി കമാൻഡ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബാക്കിയുള്ള 6 പേർ നിലവിൽ നിരീക്ഷണത്തിലാണ്. ഭദർവ ചമ്പ പാതയിലെ ദുർഘടമായ ഭൂപ്രകൃതിയും മഞ്ഞുവീഴ്ചയെ തുടർന്നുള്ള വഴുക്കലുമാകാം അപകടത്തിന് കാരണമായതെന്നാണ് സംശയിക്കുന്നത്. വീരമൃത്യു വരിച്ച സൈനികരുടെ പേരുവിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. സൈനിക ഉന്നത ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. നമ്മുടെ അതിർത്തികൾ കാക്കുന്ന ധീരരായ 4 സൈനികരുടെ വിയോഗത്തിൽ രാജ്യം ഒന്നടങ്കം അനുശോചനം രേഖപ്പെടുത്തുകയാണ്. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് പ്രണാമം. ജയ് ഹിന്ദ്.